ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു Cooksapp. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണത്തിൻ്റെ സെക്കൻഡ് റെസിപ്പി ആയിട്ടാണ്. സിമ്പിൾ ഓലൻ വിത്തൗട്ട് തേങ്ങാപ്പാൽ. അപ്പോൾ എല്ലാവർക്കും തേങ്ങാപ്പാലിട്ട് ഓലൻ ഇഷ്ടമാവണം എന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തേങ്ങാപ്പാൽ ഇല്ലാത്ത ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഇന്ന് നോക്കാം. പൊതുവേ ഓലൻ ഉണ്ടാക്കാറുള്ളത് ഒന്നില്ലെങ്കിൽ മത്തൻ വെച്ചിട്ട് അല്ലെങ്കിൽ കുമ്പളങ്ങി വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇടാറുള്ളത് ഒന്നല്ലെങ്കിൽ നമ്മുടെ പച്ചപ്പയർ അല്ലെങ്കിൽ വെള്ളപ്പയർ, വൺപയർ ഇതൊക്കെ വെച്ചിട്ടാണ് പൊതുവേ നമ്മുടെ ഓലൻ ഉണ്ടാക്കാറുള്ളത്. പൊതുവെ എല്ലാത്തിലും തേങ്ങാപ്പാലിടും, പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് തേങ്ങാപ്പാൽ ഇട്ടിട്ടുള്ള ഓലൻ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓലൻ വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്കൊക്കെ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം എടുക്കുന്നത് കുറച്ച് ചെറിയുള്ളിയാണ് കേട്ടോ. ഈ ഓലനിലേക്ക് നമുക്ക് എടുത്ത് ഒരു നല്ല ടേസ്റ്റ് തരുന്നതാണ് ഈ ചെറിയുള്ളി. പിന്നെ ഞാനൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇത്ര പോകുന്ന ഒരു ഇഞ്ചിയുടെ കഷ്ണം ഞാനിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയുള്ളി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം, പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയുള്ളി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തൻ നേരാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കിലോ മത്തനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പുറം ഭാഗം ഉണ്ടല്ലോ, നമ്മൾ മുറിച്ചെടുത്ത ആ ഭാഗം അതൊന്ന് ചെത്തിക്കളിയുക കേട്ടോ. പിന്നെ ഈ കുരുവും കളയുക. ഈ വീട്ടിലുള്ള മത്തനാകുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ ഞാൻ വാങ്ങിച്ച മത്തനായതുകൊണ്ട് ഈ തോലുണ്ടല്ലോ, തോലും കൂടെ നന്നായി ചെത്തിക്കളയുക. ഈ ഫോൺ പിടിക്കാനുള്ള സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് അതല്ലെങ്കിൽ ഞാൻ ഈ ക്ലീനിങ്ങൊക്കെ കാണിച്ചു തന്നെ. അപ്പം ഞാൻ ഇതിപ്പോൾ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ, ഈ മത്തൻ ഉണ്ടല്ലോ ഞാനിങ്ങനെ നീളത്തിലുള്ള കഷ്ണാക്കിയിട്ട് ആദ്യം അരിഞ്ഞെടുത്തിരിക്കുക കേട്ടോ. ഏകദേശം ഇത്ര തിക്നെസ്സിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ട് ഞാൻ ഇനി ഇതിനെയാണ് ഞാൻ പീസാക്കി എടുക്കാൻ പോണത്. എളുപ്പത്തിൽ ചെയ്യാറുണ്ട് അമ്മമാർ, അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിനെ നുറുക്കിയിട്ട് ഇത്ര പോകുന്ന കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. കൂടുതൽ ചെറിയ കഷ്ണങ്ങളാക്കരുത്, കാരണം അത് നമ്മുടെ ഓലൻ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വലുപ്പത്തിലുള്ള കഷ്ണാക്കി എടുക്കണതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ എൻ്റെ ചെറിയുള്ളിയും ഇഞ്ചിയും കൂടെ മുറിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ എരിവ് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 പച്ചമുളക് വരെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കിലോ മത്തന് ഒരു 3 പച്ചമുളകൊക്കെ വരെ ആവാം ഒരു ഇളം എരിവിന്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓലൻ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പറഞ്ഞാൽ ഒരു കാര്യമായ സ്പൈസി ഒന്നും ഇല്ലാത്ത ഒരു ന്യൂട്രൽ ഡിഷാണ്. അപ്പോൾ അതിലേക്ക് കാര്യമായ എരിവ് വേണ്ട, പിന്നെ കുട്ടികൾക്കും ഇത്രയ്ക്കൊക്കെ മതിയാവുള്ളൂ എരിവ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് എടുത്തു. ഇനി ഞാനതെൻ്റെ സ്റ്റൗവിലേക്ക് വെക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു തണ്ടിലത്തെ കരിവേപ്പില ഞാൻ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ സ്റ്റൗ ഓൺ ഇട്ടിട്ടോ. എന്നിട്ട് ഈ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് എങ്ങനെയാ വെച്ചാൽ, നമ്മുടെ മത്തൻ ഏകദേശം ഒരു 1/4 മുങ്ങിക്കിടക്കണ രീതിയിൽ, പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇത് ചെയ്യരുത്. ഈ ലെവലുണ്ടല്ലോ കണ്ടു, മത്തൻ്റെ 1/4 വരെ വെള്ളം നിറച്ച് വെച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓലനിൽ നല്ലോണം വെള്ളം വേണമെങ്കിൽ നല്ലോണം മത്തൻ മുങ്ങിത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാറില്ല, കാരണം എനിക്ക് നല്ലോണം വെള്ളം ഇഷ്ടമല്ല. ഇനി ഞാൻ നമ്മുടെ ഓലനെ അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ പോവാം കേട്ടോ. ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കട്ടെ. ഇനി ഞാൻ എൻ്റെ ഓലൻ ഏകദേശം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് പകുതി ആവുമ്പോഴാണ് പൊതുവെ എല്ലാ ഇതിലും ഉപ്പ് ചേർക്കാറുള്ളത്. പച്ചക്കറിയിലൊക്കെ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേവ് കറക്റ്റാവില്ലേ എന്നൊക്കെ പറയും. മത്തന് പൊതുവെ പ്രശ്നമില്ല, എന്നാലും ഞാൻ ഉപ്പേരിയിലേക്ക് ചേർക്കണ അതേ രീതിയിലാണ് ഞാൻ ഓലനിലേക്കും ചേർക്കാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. എൻ്റെ ഓലനിൽ കുറച്ചും കൂടെ വെള്ളം എനിക്ക് വേണം തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ടേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ ഓലൻ്റെ വെള്ളം. എന്നിട്ട്
നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാൻ പോവാം കേട്ടോ. അത് ഓലൻ ഇപ്പോൾ ഏകദേശം വെന്തുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പം എൻ്റെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോകും കേട്ടോ. വെളിച്ചെണ്ണ ഇതിന് നല്ലൊരു ടേസ്റ്റ് തരും, കാരണം നമ്മൾ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ലൊരു ടേസ്റ്റ് തരും. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം.